നീണ്ട 31 വർഷക്കാലം വൈദ്യുതി ബോർഡിനെ സേവിച്ച ഒരു ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെട്ടാലും സിതത്തോട് സ്വദേശിയായ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് വിളിക്കുന്ന ജോസ് എന്നാണ്. നാട്ടിലെ ഓമന പേര് ജോസ് എന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ നാളെ അവസാനിക്കുക. ഈ കനത്ത മഴയ്ക്കിടയിലും വൈദ്യുതി വിതരണമൊക്കെ കാര്യക്ഷമമാക്കാൻ വേണ്ടി സജീവമായിട്ട് സഹപ്രവർത്തകർക്കൊപ്പം രംഗത്തുണ്ട്. ആ കാഴ്ചവിശേഷങ്ങളൊക്കെയാണ്. ഒരു ദിവസം കൂടി മാത്രമേ ഔദ്യോഗിക ജോലി അവശേഷിക്കുന്നുള്ളതെങ്കിലും കനത്ത് പെയ്യുന്ന മഴയെ പ്രതിരോധിക്കാൻ ഒരു കോട്ട് വാങ്ങാൻ കടയിൽ കയറിയതാണ്. കോട്ടുമിട്ട് നേരെ കക്കാട് പദ്ധതിക്ക് സമീപത്തെ 11 kV ലൈനിലെ അറ്റകുറ്റപ്പണികൾ പണിയുന്ന സഹപ്രവർത്തകരുടെ സമീപത്തേക്ക്. കക്കാട് സെക്ഷനിൽ ഓവർസിയറായ PG എബ്രഹാം എന്ന നാട്ടുകാരുടെ സ്വന്തം ജോസ്യായൻ നീണ്ട വർഷത്തെ സേവനത്തിൻ്റെ അവസാന മണിക്കൂറിലും തിരക്കോട് തിരക്കാണ്. വടശ്ശേരിക്കര സെക്ഷനിൽ 26-ാം വയസ്സിൽ വർക്കറായിട്ടായിരുന്നു ഔദ്യോഗിക ജോലിയുടെ തുടക്കം. മലപ്പുറം പെരുന്നാട് വടശ്ശേരിക്കര കക്കാട് സെക്ഷനുകളിൽ ജോലി. സർവീസിൽ പകുതിയിൽ കൂടുതൽ കാലം ജന്മനാട്ടിലെ കക്കാട് സെക്ഷനിലായിരുന്നു സേവനം. വൈദ്യുതി വിതരണ മേഖലയിൽ തന്നെയായിരുന്നു മുഴുവൻ കാലവും ജോലി ചെയ്തത്. മഴയെന്നോ വെയിലത്തോ ഇല്ലാതെ ഏതു പാതിരാത്രിയിലും ഉപഭോക്താവിൻ്റെ വിളിപ്പുറത്തുള്ള ജോസ്റ്റായിൻ്റെ ദീർഘനാളത്തെ സേവനം ഒരു ദിവസം കൂടി മാത്രം അവശേഷിക്കുമ്പോഴും കർമ്മനിരതനായി പെരുമഴയത്ത് സഹപ്രവർത്തകർക്കൊപ്പം ജോലി തിരക്കിലാണ് അദ്ദേഹം. നിരവധി അവധികൾ കിടപ്പുണ്ട്. വിരമിക്കാൻ പോകുമ്പോൾ മറ്റുള്ളവർ ചെയ്യും പോലെ വേണമെങ്കിൽ അവധിയെടുത്ത് വീട്ടിലിരിക്കാമായിരുന്നു. അതിനൊന്നും തുനിയാത്ത സർവീസിലെ അവസാന മണിക്കൂറിലും വൈദ്യുതി തകരാറുകൾ പരിഹരിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. സർവീസിൽ ഒരിക്കൽ പോലും എതിരഭിപ്രായം രേഖപ്പെടുത്താത്ത ജോസിന്റെ സംശുദ്ധമായ സേവനം ആർക്കും മാതൃകയാക്കാൻ കഴിയുമെന്നാണ് മേലുദ്യോഗസ്ഥരുടെ വാക്കുകൾ. ശബരിമല തീർത്ഥാടന കാലത്തെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലെ ദീർഘനാളത്തെ അകമഴിഞ്ഞ സേവനവും 2018 കാലത്തെ അടക്കമുള്ള ദുരിതപൂർണമായ കാലഘട്ടത്തിലെ വിശ്രമമില്ലാത്ത ജോലികളും ജോസിനെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനും പ്രിയങ്കരനാക്കി മാറ്റി. ജോലിക്കിടെ എത്തുന്ന ഓരോ ഫോൺ കോളുകൾക്കും വളരെ സൗമ്യമായ മറുപടി. ദേഷ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടാൽ മതി. ഇനി 3 ദിവസം കൂടി തുടർച്ചയായി കറണ്ട് ഇല്ലെങ്കിലും സഹിക്കാൻ തയ്യാറാണെന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും ആത്മബന്ധമായിരുന്നു ഓരോ ഉപഭോക്താക്കളും ഉണ്ടായിരുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും താൽക്കാലികമായി കക്കാട് സെക്ഷനിൽ സേവനം തുടരണമെന്നാണ് സഹപ്രവർത്തകരുടെയും ഉപഭോക്താക്കളുടെയും ആഗ്രഹം. ഒരു വർക്കർ ചെയ്യുന്ന പോസ്റ്റിൽ കയറി നടക്കുള്ള എല്ലാ ജോലികളും ഇന്നും ഒരു മടിയുമില്ലാതെയാണ് ജോസ് നിർവഹിക്കുന്നത്. വൈദ്യുതി തകരാറിനെ സംബന്ധിച്ചുള്ള ഏതു പരാതികളും ആദ്യമെത്തുന്നത് ജോസാറിൻ്റെ ഫോണിലാവും. അത്രയ്ക്കും അടുപ്പമായിരുന്നു